സൂപ്പർ സിനിമ. കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. മോഹൻലാൽ കൊള്ളായിരുന്നു. ഏറ്റവും നല്ലതാ വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ. കണ്ടില്ലേ ആ മനുഷ്യൻ്റെ ഞാൻ എന്ത് പറയാനാണ്, അതാണ് ഏറ്റേഴ്സിന് അടി അണ്ണായി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയമുണ്ട്, അതാണ് ഏറ്റേഴ്സിനുള്ള മറുപടി. മോഹൻലാൽ സൂപ്പറായിരുന്നു, ആക്ടിങ് പൊളി. മോഹൻലാലിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതിൽ നല്ലൊരു സിനിമ. മോഹൻലാൽ പഴയതാ എമ്പുരാനെക്കാട്ടും കൊള്ളായിരുന്നു. നല്ല വില്ലൻ കിടില, ലാലേട്ടൻ കിടിലായിരുന്നു. ഉറപ്പായിട്ട് ഇനി ഒരുപാട് തുടരും. സിനിമ നല്ല സിനിമയായിരുന്നു, കൊള്ളായിരുന്നു. മോഹൻലാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ കൊള്ളായിരുന്നു. ഏറ്റവും നല്ലതാ വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ. വില്ലന് അടി കൊടുക്കാനൊക്കെ തോന്നിയോ? അടി കൊടുക്കാൻ തോന്നി, പക്ഷെ പുള്ളിയുടെ അഭിനയം സൂപ്പർ കേട്ടോ. ഭയങ്കര റിയാലിറ്റി ആയിരുന്നു. എല്ലാവരും കരഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്, അത്രയ്ക്ക് ഇമോഷണൽ ആണോ പടം? നമുക്ക് വിഷമം തന്നെയാണ് കാണുമ്പോഴത്തേക്ക്. സൂപ്പർ സിനിമ. കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല സിനിമ. അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാണോ വന്നത്? എന്തോ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാണോ വന്നത്? അഭിപ്രായം കണ്ടിട്ടാണ് വന്നത്. വളരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലൈഫിൽ. അത്ര നല്ല സിനിമ. ഇഷ്ടപ്പെട്ടായിരുന്നു? അതെ. ഇപ്പോൾ തുടരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ്, ഇത്രയും ഞാൻ നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇത്രയും നല്ല ജനം ഇടിച്ച് കയറുകയാണ്. എത്ര പ്രാവശ്യം കണ്ടിട്ട് തോന്നി? ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, അതും ഇതേ സ്ക്രീനിൽ ഓഡിയോ വണ്ണിൽ കാണാൻ സാധിച്ചു 2 തവണ. ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ ഒരു 1 മാൻ ഷോ തന്നെയായിരുന്നു ആ ഒരു അതിൽ. പിന്നെ ഷൺമുഖം ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രം അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭന ലാലേട്ടൻ തമ്മിലുള്ള കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ള വില്ലൻ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമൊന്നും നമുക്ക് തോന്നുകയില്ല. കാരണം അദ്ദേഹം അത് വളരെ കിടിലായിട്ടാണ് അതിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 പൊട്ടിക്കാൻ തോന്നും, അമ്മാതിരി പെർഫോമൻസാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാലേട്ടൻ്റെ സിനിമകൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസോടെ ഇപ്പോൾ ഓടണം. ഇപ്പോഴും ജനങ്ങൾ ഇടിച്ച് കയറണം. ഇപ്പോൾ സൂര്യയുടെ പടവും പിന്നെ മറ്റേ ഡാനിയുടെ പടമൊക്കെ റിലീസായി, എന്നിട്ടും ബാധിക്കാതെ ഇപ്പോഴും ലാലേട്ടൻ്റെ പടം ഇപ്പോഴും നല്ല ജനസാഗരത്തോടെ ഇപ്പോൾ അമ്മമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറേ അമ്മമാരൊരു സീരിയലൊക്കെ കാണുന്ന ടീംസുകളെല്ലാം ഇപ്പോൾ ആ തിയേറ്ററിൽ ഇടിച്ച് കയറുകയാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പം ഇതുപോലെ ലാലേട്ടൻ നല്ല നല്ല സിനിമകളുമായിട്ട് വരണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ എമ്പുരാനൊക്കെ വെച്ച് കമ്പയർ ചെയ്യരുത്. അതൊക്കെ വേറെ ജോണറാണ്. നിങ്ങൾ ഒരിക്കലും കുറ്റം പറയുന്നുണ്ട്, ഇത് കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാക്കുക. അത് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസാണ്. അതവിടെ കഴിഞ്ഞ ആ ഒരു യുഗം അവസാനിച്ച് നിങ്ങൾ എമ്പുരാൻ വിട്. എമ്പുരാൻ ഇനി ഇതിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ തുടരിലോട്ട് വാ. നിങ്ങൾ പഴയ രീതിയിൽ പോകാതെ, പഴയതൊക്കെ കഴിഞ്ഞ് അത് വിട്ടുകളാം. എമ്പുരാൻ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിൽ ആവശ്യമില്ലാതെ ഒരു അനാവശ്യമായിട്ട് ഈ എമ്പുരാൻ ക്ഷീണം മാറ്റി അത് ഇതൊന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് വേറെ ജോണർ, അത് വേറെ ജോണർ. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഈ മുഖത്ത് അഭിനയം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മറുപടി ആയിരിക്കും അല്ലേ? കണ്ടില്ലേ ആ മനുഷ്യൻ്റെ ഞാൻ എന്ത് പറയാനാണ്, അതാണ് ഏറ്റേഴ്സിന് അടി അണ്ണായി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയമുണ്ട്, അതാണ് ഏറ്റേഴ്സിനുള്ള മറുപടി. അഭിനയിക്കാറുണ്ട്, കണ്ണുകൊണ്ട് അഭിനയിക്കാറുണ്ട്, മുഖത്ത് എക്സ്പ്രഷൻ അല്ല. കയറി കാണാം, ടിക്കറ്റ് എടുത്ത് കയറി കാണാം. അപ്പം അറിയാം അത് അങ്ങേരി ലാലേട്ടൻ വേറെ. മോഹൻലാൽ തുടരും. പിന്നെ നല്ല സിനിമയായിരുന്നു. മോഹൻലാലിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതിൽ നല്ലൊരു സിനിമ. പിന്നെ അടിപൊളിയായിട്ട് നന്നായിട്ട് പുള്ളിക്ക് ഒരു ക്ലാപ്പ്. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല വില്ലൻ സൂപ്പർ ആയിരുന്നു, നല്ലതായിരുന്നു. നല്ല സിനിമയാണ്, തുടരും. കൊള്ളാം, നല്ല സിനിമ. പഴയ കാലത്തിലേക്ക് നമ്മൾ പോവാം. നല്ല സിനിമ, അടിപൊളി. ഇഷ്ടപ്പെട്ടായിരുന്നു? നന്നായിരിക്കും. മോഹൻലാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം. വില്ലനും രണ്ടുപേരും ഒന്നിനൊന്ന് വെച്ചു. നല്ല അടിപൊളി സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു മോഹൻലാലിനെ കാണാൻ പറ്റി അത്രയും സന്തോഷമുണ്ട്. ആ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു. മറ്റേ മനസ്സിൽ ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു രംഗമായിരുന്നത്. റിവ്യൂസ് അറിഞ്ഞല്ല, എനിക്ക് ഇങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഒരുമിച്ച് വരണമെന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഒരുമിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ കണ്ടു. ഇവർ പൈസ മൊത്തം വർത്തായിരുന്നു. എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പെർഫോമൻസ് എല്ലാം. എല്ലാവരും മോഹൻലാൽ മാത്രമല്ല, ശോഭനയായാലും കൂടെ ഉണ്ടായിരുന്ന കോ ആക്ടേഴ്സ് ആയാലും എല്ലാവരും ഒന്നിനൊന്നിനും അടിപൊളിയായിരുന്നു. വില്ലനെ എടുത്ത് പറയേണ്ട ഉണ്ട്. കാരണം അത്രത്തോളം എന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമ്മൾ പുള്ളിക്കാരനെ കാണുകയാണ്. അങ്ങനെ ഒരു വില്ലനായിട്ട് വരുമോയെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും വരത്തില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് നമുക്ക് അത്രയും തോന്നും. ആ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാനത്തക്ക രീതിയിലും ഉണ്ടത്. മോഹൻലാൽ തുടരും എന്തായാലും? ഉറപ്പായിട്ട് ഇനി ഒരുപാട് തുടരും. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട സിനിമയിൽ
ആ സി ഐയുടെ ആക്ടിങ് നല്ലതായിരുന്നു. വില്ലൻ തന്നെയാണ് കിട്ടില്ല. വില്ലൻ തന്നെ കിട്ടില്ല. റിവ്യൂസ് എല്ലാം അറിഞ്ഞ് വന്നിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തായിരുന്നോ? അല്ല, ഞാൻ ഒന്നും അറിയാതെ നേരത്തെ ബുക്ക് ചെയ്ത് കൂട്ടുകാർ ബുക്ക് ചെയ്ത് നേരത്തെ അല്ലാതെ വന്നേ. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? മോഹൻലാൽ പഴയതാ, എമ്പുരാനെക്കാട്ടും കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു, അടിപൊളി. എനിക്ക് പക്ഷെ ലാസ്റ്റ് 1 മിനിറ്റെങ്കിലും കൂട്ടായിരുന്നു. അത്രയും തോന്നിയോ? ആ മോഹൻലാലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാൽ സൂപ്പറായിരുന്നു, ആക്ടിങ് പൊളി. എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ, കരഞ്ഞായിരുന്നു സിനിമ കണ്ട്? നല്ല മൂവിയായിരുന്നു. ഫാമിലിക്ക് എല്ലാം കാണാൻ പറ്റിയൊരു അതെ അതെ, നല്ല മൂവിയായിരുന്നു. മോഹൻലാലിന്റെ കമ്പാക്ക് ആണ്. സൂപ്പർ, നല്ല സിനിമയാണ്. എന്താ ഇഷ്ടപ്പെട്ടത് എടുത്ത് പറയാൻ അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ച് എല്ലാം മൊത്തത്തിൽ കൊള്ളാം. എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ വരുന്നത്, കരഞ്ഞായിരുന്നു. ആ ലാസ്റ്റ് ഇച്ചിരി ഒരു ഇതുണ്ട്. ഉണ്ട്. സൂപ്പറാണ്. കുഴപ്പമില്ല. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടു. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? നല്ല പടം. സൂപ്പർ സൂപ്പർ. നല്ല പടം. എന്താ ഇഷ്ടപ്പെട്ട എടുത്ത് പറയാനായിട്ട്? നല്ല വില്ലൻ കിടില, ലാലേട്ടൻ കിടിലായിരുന്നു. ഈ റിവ്യൂസ് എല്ലാം അറിഞ്ഞല്ലേ വന്നു, അപ്പോൾ എങ്ങനെയുണ്ട്? ആ എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്തായിരുന്നു? അയ്യോ, സീനായിട്ട് മീറ്റ് ചെയ്തു. എന്താ എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതായിട്ട്? അല്ല, മോഹൻലാൽ ആക്ടിങ് എല്ലാം നല്ല മേക്കിംഗ് എല്ലാം നല്ല അടിപൊളി മേക്കിംഗ്. എല്ലാവരും വരണം, ഫാമിലി ആയിട്ട് കാണണം, പൊളിക്കുക. BGM കാര്യങ്ങളും BGM എല്ലാം കിടിലാണ്. കൊള്ളാം. നല്ല സൂപ്പർ മൂവി, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നോ? എനിക്കിഷ്ടപ്പെട്ടു, നല്ല